ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു ഹെൽമെറ്റ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഹെൽമെറ്റ് ആയിരിക്കും. കാരണം പേരിനൊരു ഹെൽമെറ്റ് നമുക്ക് ഫൈൻ കിട്ടരുത്, നമ്മുടെ ക്യാമറയുടെ കാര്യങ്ങളിലോ പെടുമ്പോൾ നമുക്കൊരു ഫൈൻ കിട്ടാതിരിക്കാനായിട്ട് ചെറിയൊരു താൽക്കാലിക രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ഹെൽമെറ്റ് ഉപയോഗിക്കുക. ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെഗുലറായിട്ട് ജോലി കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോകാറ്. പക്ഷേ ഇന്നൊരു ചെറിയ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു സർവീസ് അഡ്വൈസർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പെട്ടെന്ന് എത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ട് ഒരു പേരിന് ഹെൽമെറ്റ്, എൻ്റെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോറൂമിൽ ഇരിക്കുന്ന ഒരു ചീപ്പ് ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത്തരത്തിലൊരു ഹെൽമെറ്റ് നിങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ കുറേയാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഫേസ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. ഈ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് നിങ്ങൾ വേറെയാണ്. നിങ്ങളുടെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ കണ്ണ്, മൂക്ക്, വായ, താടിയിൽ ഈ ഭാഗത്തിനും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് പാഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വേറൊരു ഹെൽമെറ്റാണ്. ഇതുപോലത്തെ ഹെൽമെറ്റ് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം മുന്നിൽ കൂടെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ, ഒരു കാറോ ബൈക്കോ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറന്നു വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുമ്പിൽ ഉള്ള വണ്ടികളിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ നിന്ന് കോൺസെൻട്രേഷൻ പോകാം. പല രീതിയിലുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങൾക്ക് കാരണമാവും. നിങ്ങൾ എത്ര പേര് ഇതുപോലെ ഹെൽമെറ്റ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. ഏകദേശം 2000-ന് അടുത്ത് സംതിങ് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻസൈറ്റിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവരോടാണ് ചോദ്യം, നിങ്ങളും ഇത്തരത്തിലൊരു ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ താഴെ ഈ വീഡിയോയിലാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ്, ലേറ്റ് ആയിട്ടുണ്ട്. മന ಹೋಗಬೇಕು. ബൈ ഗൈസ്.